ടിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ആരും ഇങ്ങനൊരു ടിസ്റ്റ് ഈ ഒരു മത്സരത്തിൽ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. CSKയും ലക്നൌവും തമ്മിൽ നടന്ന മത്സരത്തിൽ ലക്നൌ 6 വിക്കറ്റുകൾക്ക് CSK പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അതും ചെപ്പോക്കിൽ ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിൽ ഇങ്ങനൊരു വിജയം LSG. ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ മുമ്പത്തെ ഇവരുടെ രണ്ടുപേരുടെ മത്സരം ഇവർ രണ്ടുപേരും തന്നെയായിരുന്നു. അത് പക്ഷേ ലക്നൌവിന്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നു. അവിടെ വെച്ചും ലക്നൌ ചെന്നൈയെ പരാജയപ്പെടുത്തി. തിരിച്ച് ചെപ്പോക്ക് വന്നപ്പോഴത്തേനും എല്ലാവർക്കും പ്രതീക്ഷ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചെന്നൈ ഫാൻസിന്റെ ഒക്കെയും പ്രതീക്ഷ എന്ന് വെച്ചാൽ നീയൊക്കെ അങ്ങ് ചെപ്പോക്കിലോട്ട് വാ, നീയൊക്കെ അവിടെ ജയിച്ചിട്ട് പോകുന്നതെന്ന് കാണണമല്ലോ, നിന്റെയൊക്കെ ഹോം ഗ്രൗണ്ടിൽ നിങ്ങൾ ജയിച്ചു, നീയൊക്കെ അവിടെ നിന്നെയൊക്കെ ഞങ്ങൾ വിറപ്പിക്കും, മുട്ടുകുത്തിക്കും എന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും പ്രതീക്ഷ. എല്ലാവരും ചെന്നൈ ഫാൻസിന്റെ കാര്യം എന്ന് പറയാൻ മാത്രം, മീൻസ് അവരുടെ കാര്യം മാത്രമല്ല, മറ്റുള്ള എല്ലാവരുടെയും പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോക്കും, LSG വന്നിട്ട് ചെപ്പോക്കിൽ ചെന്നൈയായിട്ട് പരാജയപ്പെടും എന്നുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു. പക്ഷേ 210 എന്നുള്ളൊരു ഹ്യൂജ് ടോട്ടലാണ് അതും ചെപ്പോക്കിൽ LSGക്ക് വേണ്ടിയിട്ട് ചെന്നൈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതോട് കണ്ടപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും തീരുമാനമായി ഇത് ആരടിച്ചെടുക്കും ഇത്ര റൺസ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നേരെ സ്കോർ കാർഡ് നമുക്കൊന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. രഹാനെ വീണ്ടും ഒരിക്കൽ കൂടി ഓപ്പണിങ്ങിലോട്ട് വന്ന് ഫ്ലോപ്പ് ആയിട്ടുള്ള മൂന്നാമത്തെ മത്സരമാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഗെയ്ക്കോ അത് തീർച്ചയായിട്ടും എന്താ പറയുക, നല്ലൊരു ഫോമിൽ തന്നെ തിരിച്ചെത്തി എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് പറയണം, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം അദ്ദേഹത്തിന് 1 ഡൗൺ ഇറക്കിയ സമയം മുതൽ അദ്ദേഹം നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ഓപ്പണിംഗ് ആണ് ഇറങ്ങിയത് എങ്കിൽ പോലും അതിനുശേഷം നല്ല ഫോമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ടച്ച് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്നിങ്സിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് എന്തായാലും ഈ മിച്ചലിനെ പറ്റിയിട്ടൊന്ന്, ഡാരൽ മിച്ചലിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞിട്ടാകാം. കാരണം എന്തിനാണ് അദ്ദേഹത്തെ പിന്നെയും ഇപ്പം CSK ആയതുകൊണ്ടാണ്, CSK എപ്പോഴും ഒരു പ്ലേയേഴ്സിന് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നൊരു മീൻസ് ഒരു ടീം വേറെ കാണത്തില്ലായിരിക്കും. അത് പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒരാൾ എത്ര ഫ്ലോപ്പ് ആയാലും അവരെ കൊണ്ട് അവരുടെ ബെസ്റ്റ് പുറത്തെടുക്കും വരെ അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ CSKയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ധോനി തന്നെ പിന്തുടരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അവര് ഫലം കാണുന്നതും അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു പിൻബലം കൊണ്ട് മാത്രം ടീമിൽ പ്ലേയിങ് 11 പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് മിച്ചൽ. യാതൊരുവിധ കോൺട്രിബ്യൂഷൻ ഇല്ല. നമ്മുടെ മുംബൈക്ക് ഹർദിക് പാണ്ഡ്യ എങ്ങനെയാണോ ബാറ്റിംഗ് ചെയ്യും ബോളിംഗ് ചെയ്യും ഓൾറൗണ്ടറാണ്, അതേപോലെ തന്നെയാണ് ഇവിടെ മിച്ചലും. ഒരു യൂസും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പം നമുക്ക് നേരെ പറയാനുള്ളത് ഗെയ്ക്കോ അതിന്റെ ഒരു ഇന്നിങ്സ് ആണ്. കാം ആൻഡ് കമ്പോസ്ഡ് എന്ന് വേണം അതിനെ പറയാനുണ്ട്. കാം ആൻഡ് കമ്പോസ്ഡ്, അത്രയും കൃത്യതയാർന്ന ഒരു 44 പന്ത് വരെയും അദ്ദേഹം സെഞ്ചുറി അടിച്ചു. 44 പന്ത് വരെ, 44 പന്തിൽ 75 റൺസ് കൊണ്ടാണ്. ഈ 75 റൺസ് എടുക്കും വരെയും ഒറ്റ സിക്സ് പോലും അദ്ദേഹം അടിച്ചിട്ടില്ല. ഈ 45ാമത്തെ ബോളാണ് അദ്ദേഹം ഒരു 6 അടിക്കുന്നത്. അതുവരെ ബൗണ്ടറികൾ മാത്രം, 4 മാത്രം അടിച്ചുകൊണ്ട് നല്ല 200+ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്കില്ല് നമ്മുടെ വലിയ ഒരു തീർത്തിയ കാര്യങ്ങളൊന്നുമല്ല. ഗ്യാപ്പുകൾ കണ്ടെത്തി ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ നമുക്കൊരു തൃപ്തി തോന്നുന്ന രീതിയിലുള്ള ടൈമിംഗ് ആണ്. അമ്മാതിരി ടൈമിങ്, ഗ്യാപ്പ് കണ്ടെത്താവുന്ന കാര്യമാണെങ്കിലും എല്ലാ കാര്യത്തിലും കാം ആൻഡ് കമ്പോസ്ഡ് എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അത്രയും മികച്ചൊരു ഇന്നിങ്സ് തന്നെയാണ്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രൂട്ടൽ ഇന്നിങ്സ് പോലെ തന്നെ നമുക്ക് പറയാം. സിക്സുകളില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന്റെ ഒരു കുറവും അദ്ദേഹത്തിന്റെ റണ്ണിലോ സ്ട്രൈക്ക് റേറ്റിലോ വന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 4 മാത്രം അടിച്ചുകൊണ്ടാണ്, പവർ പ്ലേയിലൊന്നും ഒരു 6കളും അടിച്ചിട്ടില്ല. പിന്നെ അവസാനത്തോടെ എത്തിയപ്പോഴാണ് ഏകദേശം ഫിനിഷിംഗ് സൈഡിലോട്ട് വന്നപ്പോഴാണ് അദ്ദേഹം ഒരു 2 6 അടിച്ച് 3 6കളായിട്ട് തികയ്ക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് രവീന്ദ്ര ജഡേജയുടെ കാര്യമാണ്. വീണ്ടും ഫ്ലോപ്പ് ആകുന്ന അദ്ദേഹത്തിന് പറ്റുന്നില്ല, കളിക്കാനായിട്ട് ഫോം കണ്ടെത്താൻ കഴിയുന്നില്ല. അത് ടീമിനെ സംബന്ധിച്ച് ഇടയ്ക്ക് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ശിവൻ ദുബെ എന്നുള്ളൊരു ഒരാള് അവരുടെ ടീമിലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും ഫോമിന്റെ പീക്ക് ലെവലിലാണ് അദ്ദേഹം നിൽക്കുന്നത്, ശിവൻ ദുബെ. ഈ ഇന്നിങ്സിലും അദ്ദേഹം വെറും 27 ബോളിൽ നിന്നും 66 റൺസാണ്. അത് 244, ഏകദേശം 46 ബോളിൽ ഇവർ രണ്ടുപേരുടെയും പാർട്ട്ണർഷിപ്പ്, ഗെയ്ക്കോ അതുപോലെ തന്നെ ദുബൈയും കൂടെ പാർട്ട്ണർഷിപ്പ് 46 ബോളിൽ ഏകദേശം 100 റണ്ണോളം എടുത്തു. അപ്പം അത്രയും മികച്ച ഒരു കൂട്ടുകെട്ടും അതുപോലെ തന്നെ റൺസ് ഉയർന്നതൊക്കെയും
ഇവർ രണ്ടുപേരും നിന്നങ്ങ് തകർത്തു എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പം 200 പോലും കടക്കുക എന്നുള്ളത് ആദ്യം വിചാരിച്ചില്ല. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെ വെടിക്കെട്ടുകൾ കൊണ്ട് തന്നെ 210 എന്നുള്ളൊരു സ്കോറിലോട്ടെത്തി. പിന്നെ ആരാധകർ എല്ലാവരുടെയും സന്തോഷം പകർന്ന, പ്രത്യേകിച്ച് CSK ആരാധകർക്കെല്ലാം സന്തോഷം പകർന്ന ഒരു കാര്യമാണല്ലോ ധോനി എന്നുള്ളത്. അപ്പോൾ അവസാനത്തെ 2 ബോൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ധോനി കളത്തിൽ വന്നു. എന്നാൽ അവസാനത്തെ ലാസ്റ്റ് ബോൾ മാത്രമാണ് ഫേസ് ചെയ്യാൻ അവസരം കിട്ടിയത്. ആ ബോളിൽ ഒരു 4ഉം അടിച്ചുകൊണ്ട് തന്നെ നല്ല കിടക്കുന്ന ഒരു ഫിനിഷിങ് ധോനിയുടെ ഭാഗത്തുനിന്നും അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന് ബോളുകളൊന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല. ഒരു ബോൾ ഉണ്ടെങ്കിൽ ആ ഒരു ബോൾ 4 അടിച്ചു, നൈസായിട്ട് കയറിപ്പോയി. ആ കാര്യത്തിലൊക്കെ ധോനിയെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും. അത് പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പം ശിവൻ ദുബെയുടെയും അതുപോലെ തന്നെ ഗേക്വാദ് അങ്ങനെ ഒരു സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. 60 ബോളിൽ 108 റൺസ്. അതുപോലെ തന്നെ ശിവൻ ദുബെ 3 4കളും 7 സിക്സറുകളുമാണ് അടിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാന കാര്യമാണ്. ഈ ഹർദിക് പാണ്ഡ്യ ഉൾപ്പെടുത്തിയില്ലെങ്കിലും ഹർദിക് പാണ്ഡ്യ വേണ്ട, ശിവൻ ദുബെ വേണം എന്നുള്ളതാണ്. മസ്റ്റായിട്ടും ശിവൻ ദുബെ വേണം. അത്രയ്ക്ക് കാലിബറുള്ള ഒരു പ്ലെയർ തന്നെയാണ് ശിവൻ ദുബെ. പിന്നെ ഇവിടെ ലക്നോന്റെ ബോളിങ്ങിലോട്ട് നമുക്ക് നോക്കിയേ വേണ്ട, പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു ബോളിംഗ് പെർഫോമൻസ് ഒന്നും അങ്ങനെ ആരും നടത്തിയിട്ടില്ല. ചേസിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഡീകോക്കും ക്യാപ്റ്റൻ രാഹുലും കൂടെ നിരാശപ്പെടുത്തി. ആദ്യം തന്നെ ഡീകോക്ക് ആണെങ്കിൽ 3 ബോൾ ഫേസ് ചെയ്തിട്ട് ഡക്കിനാണ് പോയത്. അപ്പം ദീപക് ചഹറാണ് വിക്കറ്റ് എടുത്തത്. പിന്നെ അതുപോലെ തന്നെ കെ എൽ രാഹുലും വലുതായിട്ട് കളിച്ചിട്ടില്ല. 14 ബോളിൽ 16 റൺസുമായിട്ട് ഭയങ്കര 14 ബോൾ 2 ഓവറൊക്കെ നിന്നിട്ടും പവർ പ്ലേയിൽ ഒന്നും കാണിക്കാൻ പറ്റാതെ വരുന്നത് കെ എൽ രാഹുലിനെ സംബന്ധിച്ചൊരു ടീമിനെ സംബന്ധിച്ചും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പക്ഷേ സ്റ്റോയിനസിന് ആദ്യം മുതലേ വൺ ടച്ചായിരുന്നു. ആദ്യം മുതലേ അദ്ദേഹത്തിൻ്റെ ദിവസമാണെന്നുള്ളത് ആദ്യം മുതൽക്കേ തന്നെ ഉറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ആദ്യ പന്ത് മുതൽ തന്നെ മിഡിൽ ചെയ്യാന്നുള്ളൊരു സെറ്റപ്പിലോട്ട് അദ്ദേഹം എത്തി എന്നുള്ളതാണ്. ആ ഒരു ടീമിൻ്റെ ഈ ഒരു ഇന്നിങ്സിൻ്റെ നെടുംതൂൺ എന്ന് പറയുന്ന നെടുംതൂൺ ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു ഇന്നിങ്സിനെ അത്രയും മികച്ച രീതിയിലാണ് സ്റ്റോയിൻസ് കളിച്ചത്. 63 ബോളിൽ നിന്നും 124 റൺസാണ് അദ്ദേഹം നേടിയത്. 13 ബൗണ്ടറികളും 13 ഫോറുകളും 6 സിക്സറുകളുമാണ്. 196 സ്ട്രൈക്ക് റേറ്റിലെ ബ്രില്യൻറ്റ് നോക്ക്. ശരിക്കും പറഞ്ഞ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്, അല്ലെങ്കിൽ വിജയം കൊണ്ടുവരുന്ന ഒരു ബാറ്റർ തന്നെയാണ് സ്റ്റോയിൻസ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലിബർ ഒന്നും കൂടി അദ്ദേഹം ഇവിടെ പ്രൂവ് ആക്കി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഓസ്ട്രേലിയ T20 വേൾഡ് കപ്പിൽ മസ്റ്റായിട്ടും ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഈ 210 എന്നുള്ളൊരു ടോട്ടൽ, അതും ചെപ്പോക്കിൽ ചെന്നൈ ഫാൻസ് വേറെ എവേ മാച്ചിൽ പോയാൽ പോലും അവിടെ ചെന്നൈ ആരാധകരാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ചെന്നൈയിൽ വരുമ്പോഴത്തേനും വിസിലിൻ്റെ സൗണ്ട് കേൾക്കാനില്ല. വിസില് സൈലന്റ് മോഡിലാക്കിയ ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ സ്റ്റോയിൻസ് കാഴ്ചവെച്ചത്. ഒന്നും പറയാനില്ല. അപ്പം അത്രയും മികച്ചൊരു കാലിബർ അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളതാണ് ഈ ഇന്നിങ്സിലൂടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും ഓസ്ട്രേലിയയുടെ ടീമിൽ എന്തായാലും അദ്ദേഹം ഉണ്ടായിരിക്കും വേൾഡ് കപ്പിൽ. അപ്പം പടിക്കൽ, എൻ്റെ പൊന്നെണ്ണ, ഈ പടിക്കലിലൊരു വല്ലാത്ത ജാതി ഒരു മനുഷ്യൻ തന്നെയാണ് കേട്ടോ. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് എന്തിനാണ് ലക്നൗ ഇത്രയും ഇതിനേക്കാളും സിമ്പിളായിട്ട് ജയിച്ചേനെ. 19 ബോളുകൾ ഫേസ് ചെയ്തിട്ട് 13 റൺസാണ്. അതായത് ഏകദേശം 3 ഓവറിൻ്റെ മണ്ടയ്ക്ക് അദ്ദേഹം നിന്നിട്ട് വെറും 13 റൺസ് എടുക്കാനാണ് കഴിഞ്ഞത് ദൈവത്തിൽ പഠിക്കൽ. അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് ടീമിനെടുത്ത് ഇടുന്നത്? ഇത്രയും ബോളുകൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും മത്സരങ്ങളായിട്ടില്ലേ? ഇത്തരം മത്സരങ്ങളിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് പിന്നെ അദ്ദേഹത്തെ ഈ ടീമിലോട്ട് ഇടുന്നത്? അടുത്ത മത്സരത്തിലെങ്കിലും അദ്ദേഹത്തെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും ഇടുന്നുള്ളൂ. വേറെ ആരെങ്കിലും ഒന്ന് അവസരങ്ങൾ കൊടുക്കൂ. ഒരു പുതിയ ഡെബ്യൂട്ട് ചെയ്യാൻ ആളാണെങ്കിൽ പോലും അവസരം കൊടുക്കൂ. ഇവനെക്കാളും നല്ലപോലെ എന്തായാലും കളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ലക്നൗ നല്ല നിലവാരത്തിൽ തന്നെ മുന്നോട്ട് വരും. അപ്പം പിന്നെ ദീപക് ഹൂഡ അതുപോലെ നിക്കോളാസ് പൂരൻ്റെ കാര്യം എടുത്ത് പറയണം. 15 ബോളെ കളിച്ചുള്ളെങ്കിലും നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ട് തന്നെയാണ് പോയത്. ചെന്നൈക്ക് നല്ലൊരു ഫൈറ്റ് കൊടുത്തിട്ട് തന്നെയാണ് നിക്കോളാസ് പൂരൻ പോയത്. 15 ബോളിൽ 34 റൺസ് അദ്ദേഹം നേടി. അതുപോലെ തന്നെ ദീപക് ഹൂഡയും അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കോൺട്രിബ്യൂഷൻ ചെയ്യുക. അതാണ് 6 ബോളുകൾ പാഴാക്കാതെ 6 ബോളിൽ 17 റൺസാണ് അദ്ദേഹം നേടിയത്. 2 ഫോറും 1 സിക്സറുകൾ ഉൾപ്പെടെ. ഇതിനകത്തെ അവസാനത്തിലോട്ട് വരുമ്പോഴത്തേനും അവസാന ഓവറിൽ ശരിക്കും പറഞ്ഞാൽ പതിരാനയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. പതിരാന അടിയൊന്നും കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ തന്നെ എറിഞ്ഞു പോകും. പക്ഷെ 1-2 അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പതിരാനയുടെ കൈ വിറയ്ക്കും. പിന്നെ അദ്ദേഹം എവിടാണ് എറിയുന്നത്, എന്താണ് എറിയുന്നത് എന്നുള്ള യാതൊരു ബോധവും പതിരാനയ്ക്ക് കാണത്തില്ല. അത് നമ്മൾ ഈ കളിയിൽ നമ്മളത് കണ്ടു. കാരണം 19ാമത്തെ ഓവറിൽ അദ്ദേഹത്തിന് അടി കിട്ടിയപ്പോഴത്തേനും അദ്ദേഹത്തിന് എവിടെ എറിയണം, എന്തെറിയണം എന്നുള്ള യാതൊരുവിധ പ്ലാനുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോയത്. അങ്ങനെ അവസാന ഓവർ
അറിയാൻ മുസ്തഫിസറാണ്. ഞാൻ പറയട്ടെ, അവസാന 6 ഓവറിൽ ഏകദേശം 80+ റൺസാണ് ലക്നൌവിന് വേണ്ടത്. ഈ 6 ഓവറിൽ 5 ഓവറും ആരൊക്കെ എറിയുന്നറിയോ? പതിരാനയുടെ 2 ഓവർ, അതുപോലെ തന്നെ മുസ്തഫിസറിന്റെ 3 ഓവർ. ഈ രണ്ടുപേരെ നമുക്കറിയാം, ഡെത്ത് ഓവറുകളിലൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് മുസ്തഫിസറിനെ കളിക്കാനും പതിരാനെ കളിക്കാനും. പതിരാനെ അടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആശാന്റെ താളം തെറ്റും എന്നുള്ള കാര്യം വേറെ ഒരു കാര്യം. പക്ഷേ അടി കിട്ടിയില്ലെങ്കിൽ നല്ല ബ്രില്യൻ്റായിട്ട് തന്നെ പന്തെറിയാൻ കഴിവുള്ളൊരു മനുഷ്യനുമാണ് പതിരാന. അപ്പോൾ ഇവരെ രണ്ടുപേരും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ആക്ഷനും കുറച്ച് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബോൾ ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവസാനം നിന്ന് അടിക്കുക എന്നുള്ള കാര്യത്തിൽ ഇവർ രണ്ടുപേരുടെയും കാര്യത്തിൽ മുസ്തഫിസറൊക്കെ ആണെങ്കിൽ സ്ലോ ബോൾ എറിഞ്ഞ് അങ്ങ് മെഴുകുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ നല്ല ലെങ്തുകളിൽ സ്ലോ ബോളുകൾ പിച്ച് ചെയ്യിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ്. അപ്പം അവർ രണ്ടുപേരെയും കളിക്കുന്നുള്ളത് പാട് തന്നെയാണ്. പക്ഷേ എന്നിട്ടാണ് അവർ ഇത്രയും റൺസ് അടിച്ചു കൂട്ടിയെന്നുള്ളതാണ്. അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടത് 17 റൺസാണ്. അതിനകത്ത് ആദ്യ ബോൾ മുസ്തഫിസർ എറിയാൻ വരുമ്പോഴത്തേനും സ്റ്റോയിനിസ് അങ്ങോട്ട് ബാക്കിലൂടെ ക്രീസിലോട്ട് അങ്ങോട്ട് മാക്സിമം ഇറങ്ങിയിട്ട് ഒരു 6 ആണ്. എന്നിട്ട് അങ്ങനെ 6 ബോളിൽ 17 വേണ്ടെടുത്ത് 5 ബോളിൽ 11 റൺസായി. അങ്ങനെ രണ്ടാമത്തെ ബോൾ വരികയാണ്. രണ്ടാമത്തെ ബോൾ സ്റ്റോയിനിസ് 4 നേടി. അങ്ങനെ 4 ബോളിൽ 7 റൺസ് വരികയാണ്. അതിനുശേഷം അടുത്ത ബോൾ 4 നേടുന്നു. ആ ബോൾ നോ ബോളുമാണ്. അങ്ങനെ ലാസ്റ്റിൽ വരുന്നത് 4 ബോളിൽ 2 റൺസ് എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങളെത്തി. വളരെ സിമ്പിളായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു. 17 റൺസ് പുഷ്പം പോലെ നമ്മുടെ സ്റ്റോയിനിസ് സ്വന്തമാക്കി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇപ്പം ധോനിയൊക്കെ ആണെങ്കിൽ അവസാനം നിന്നിട്ട് ടിപ്സ് പറയുമ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം കളി കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു കാര്യം അറിയാം. പിന്നെ ഋതുരാജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇവരെന്തൊക്കെയാണ് കാണിക്കുന്നത് യാതൊരു ഐഡിയ ഇല്ല അവർക്ക്. അതുപോലെ തന്നെ ഇവർക്ക് വില്ലനായിട്ട് മാറിയത് ഈ ഡ്യൂവിൻ്റെ ഒരു പ്രശ്നമാണ്. അവസാനം നല്ല ഡ്യൂ ഉണ്ടായിരുന്നു. നമുക്കറിയാം, മഞ്ഞൊക്കെ വീണിട്ട് പന്ത് നല്ലപോലെ ഇങ്ങനെ വെള്ളത്തിൽ വീണത് പോലെയാണ് പന്ത് ഇരിക്കുന്നത്. അപ്പം അങ്ങനൊരു ഒരു ഇതും കൂടെ അവർക്കുണ്ടായിരുന്നു, ചെന്നൈക്ക് ഉണ്ടായിരുന്നു. എങ്കിലും ചെപ്പോക്കാണല്ലോ, ചെപ്പോക്ക് വന്നു കഴിഞ്ഞാൽ കളിക്കുക പോലും വേണ്ട, അത് ചെന്നൈ ജയിച്ചു എന്നാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇങ്ങനൊരു വിജയം ലക്നൗ, അതാണ് 4ാം സ്ഥാനത്ത് നിന്ന് ചെന്നൈ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് മാറി പുറമോട്ട് നിൽക്കുക, ഞങ്ങൾ കയറട്ടെ എന്ന് പറഞ്ഞിട്ട് 4ാം സ്ഥാനത്ത് ലക്നൗ കയറി 5ാം സ്ഥാനത്തിലോട്ട് CSK എത്തി. അപ്പം CSK ഞങ്ങൾ 8 മത്സരങ്ങളിൽ നിന്ന് 4 വിജയമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതുവരെ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പം CSKക്ക് എന്താ പറയുന്നത്, ധോനിക്ക് കപ്പോടുകൂടി വിരമിക്കാൻ വേണ്ടിയിട്ട് ഇനി ധോനി അടുത്ത ഒരു സീസണോട് കളിക്കേണ്ടി വരുമോ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ആരാധകർ ഇരിക്കുന്നത്. എന്തായാലും അതും അവർക്ക് തന്നെ സന്തോഷമാണ്, ധോനിയെ ഒരു സീസൺ കൂടെ കാണാമല്ലോ എന്നുള്ളൊരു കാര്യത്തിൽ. എന്തായാലും ചെപ്പോക്കിൽ വന്നാൽ ചെന്നൈ കളി ജയിക്കുമെന്നുള്ളൊരു അഹങ്കാരം അങ്ങ് മാറിക്കിട്ടി. അതും ലക്നൗ എന്നുള്ളൊരു ടീം വന്നിട്ട് അവരെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല, അല്ലേ? സീരിയസ്ലി ആരും പ്രതീക്ഷിച്ചിട്ടില്ല ലക്നൗ വന്നിട്ട് ചെപ്പോക്കിൽ വന്നിട്ട് ചെന്നൈ തോപ്പിക്കുന്നുള്ള കാര്യം. പക്ഷേ ആ ഒരു അഹങ്കാരം അങ്ങനെ ചെന്നൈ ആരാധകർക്ക് മാറിക്കിട്ടി എന്നുള്ളതാണ് വാസ്തവം. ഇനിയിപ്പം അതിൻ്റെ പേരും പറഞ്ഞ് വെമ്പും പറഞ്ഞ് വമ്പും പറഞ്ഞു നിങ്ങൾ പണ്ട് എങ്ങനെ ആയിക്കോട്ടെ, ഇപ്പം അങ്ങനെ അല്ല എന്നുള്ളത് ഒന്നുകൂടെ അടിവരയിട്ട് ഓർത്തിരിക്കുക. ഏവ മത്സരങ്ങളിൽ വൻ തോൽവിയായിട്ടുള്ള ചെന്നൈ ഹോം മത്സരത്തിലും കൂടെ ഇങ്ങനെ പ്രകടനങ്ങൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ പറയുക, പ്ലേ ഓഫിൽ കയറാൻ സാധ്യതകൾ ഇല്ലാണ്ടാവും. അപ്പോൾ എന്തായാലും നല്ലൊരു മത്സരം തന്നെയായിരുന്നു, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു. എന്തായാലും ലക്നൗ ടീം അവരുടെ പെർഫോമൻസ് അപ്രീഷിയേറ്റബിൾ തന്നെയാണ്. അതെന്തായാലും നല്ല രീതിയിൽ തന്നെ അവരത് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പതറാതെ അവരത് കൈകാര്യം ചെയ്തു എന്നുള്ള രീതിയിലാണ്. ക്യാപ്റ്റൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക, KL രാഹുൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. അതുപോലെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടുള്ള ഒരു പടിക്കലിനെ എടുത്ത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. ഇവിടെ തിരിച്ച് ചെന്നൈയിലോട്ട് വരുമ്പോഴത്തേനും ഡാരൽ മിച്ചലിനെ എടുത്ത് മാറ്റിയിട്ട് വേറെ ആരെങ്കിലും ചെയ്യുക. പറ്റുവാണെങ്കിൽ രഹാനിക്ക് ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഒന്ന് റീഫ്രഷ് ആയി വരുന്നതായിരിക്കും. ജഡേജയും കൂടെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്നൈ ടീം ഏകദേശം പക്കയാണ്. ഇവിടെ ഇപ്പം ടീം നിലനിൽക്കുന്നത് ശിവൻ ദുബെയുടെ ഒരു പ്രകടനം കൊണ്ട് മാത്രമാണ്. പിന്നെ ഏതെങ്കിലും കളി ആരെങ്കിലും കളിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലാണ്. ബാക്കിയുള്ളവരെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ചെന്നൈയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു മത്സരമായിരുന്നു. അപ്പം അടുത്ത ഒരു മത്സരത്തിൻ്റെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും.